നമ്മള് എൻ്റർ ചെയ്തു, ഭൂട്ടാനിലേക്ക് എൻ്റർ ചെയ്തു. ഇനി നമ്മളെ ഈ ഭൂട്ടാൻ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് പോയിന്റ് വരെ പോവാം. അതിന് നമ്മള് വേറെ ഒന്നും പേ ചെയ്യേണ്ടതില്ല. അല്ല, ഈ സാധനങ്ങൾ കുറെ ഉണ്ട്, മൊത്തം ഇന്ത്യ തന്നെയാണ്. കപ്പ, അതേപോലെ മരച്ചീനി, അത് അതിന്റെ ഒരു വേറെ വേർഷനാണ്. ഗൈഡിനോട് നമ്മൾ ചെയ്യാൻ കുറച്ച് ഭൂട്ടാനി നമ്മള് ഫുൺഷോളിംഗ് നിന്ന് നമ്മള് തിമ്പുലേക്ക് പോയിക്കൊണ്ടിരിക്കും. ചോമീൻ ചിക്കൻ നമ്മളെത്തിയിട്ട് ഇതാ ഫസ്റ്റ് മഴ പെയ്യാണ്. തിമ്പുവില് നമ്മള് സ്റ്റേ ചെയ്യുന്ന റൂമാണത്. ഓക്കെ, പംകിനാണ്. ഓക്കെ ഓക്കെ. ഹായ് ഹായ്. ഇപ്പോൾ ജയ്ഗോളിലാണുള്ളത്. ഇന്ന് ഞങ്ങള് ബോർഡർ ക്രോസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ബ്രേക്ക്ഫാസ്റ്റിനോട് എന്തൊക്കെയാണ്? പൂരി, സബ്ജി, പിന്നെ റൊട്ടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ അച്ചാറുണ്ട്. മീനച്ചാറാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്കറിയില്ല, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഒതന്റിക് ടേസ്റ്റ് നമ്മൾ ക്യാരി ചെയ്താണ്. ജയ്ഗൗണിൽ ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണ്. ഡബിൾ ബെഡ്റൂം വിത്ത് എക്സ്ട്രാ ബെഡായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. തൊട്ടടുത്തായിട്ട് ഒരുപാട് ഹോട്ടലുകൾ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വെസ്റ്റ് ബംഗാളിൻ്റെ നോർത്തേൺ റീജിയനിലുള്ള ഒരു സിറ്റിയാണ് ജയ്ഗൗൺ. ഇന്ത്യയിൽ നിന്നും ഭൂട്ടാനിലേക്ക് യാത്ര ചെയ്യുന്നവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ബോർഡറാണിത്. മറ്റ് 2 ബോർഡറുകളാണ് ആസാമിൽ നിന്നുള്ള ഡഡ്ഗിരി, അതുപോലെ ദരംഗ. ഈ കാണുന്നതാണ് ഭൂട്ടാൻ്റെ ബോർഡർ ഗേറ്റ്. ഇന്നലെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം ഒരു 50 മീറ്റർ ദൂരമുള്ളൂ ഈ ബോർഡർ ഗേറ്റിലേക്ക്. ഇന്ത്യൻ മിലിറ്ററിയുടെ SSB ആണ് ബോർഡറിലെ സെക്യൂരിറ്റി കാര്യങ്ങളുടെ ചുമതലയുള്ളത്. ഈ കാണുന്ന ഗേറ്റ് വഴിയാണ് വണ്ടികളെല്ലാം പ്രവേശിക്കേണ്ടത്. പാസഞ്ചേഴ്സിനെല്ലാം പ്രവേശിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വഴിയാണ് പാസഞ്ചേഴ്സ് എല്ലാം പ്രവേശിക്കേണ്ടത്. എന്നിട്ട് ചെക്കിങ്ങിന് ശേഷം അവരെ കടത്തിവിടുന്നതാണ്. അപ്പോൾ നമ്മൾ പെഡസ്ട്രിയൽ എൻട്രീൻ്റെ മുന്നോട്ട് എത്തി. സെക്യൂരിറ്റി കാരണം കൊണ്ട് നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. മുന്നിൽ കാണുന്ന ആ ഓഫീസർ നിൽക്കുന്ന വഴിയാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. ഓക്കെ, നമ്മളോട് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഒഫീഷ്യലി അപ്പൊ നിങ്ങളെ പാസ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്തു. ഇനി കൂടുതൽ ഫർദർ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എൻ്റർ ചെയ്യാണ്, മുന്നോട്ട് പോവാണ്. നമുക്ക് ഓൾറെഡി ഇവിടെ എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ക്യാഷ് ATM വഴി ഉപയോഗിച്ചെടുക്കാം. അത് പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. പിന്നെ BOB ഒക്കെയാണ് കാണിക്കുന്നത്. ബാങ്ക് ഓഫ് ബറോഡയാണ് ഉള്ളത്. ഭൂട്ടാന്റെ ബ്രൂക്ക് ബാങ്ക് ഉണ്ട്, അതേപോലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ നമ്മള് എൻ്റർ ചെയ്തു, ഭൂട്ടാനിലേക്ക് എൻ്റർ ചെയ്തു. ഇനി നമ്മളെ ഡ്രൈവറാണ്. ഇവർ രണ്ടുപേരാണ് നമ്മളെ ഗൈഡ്സ്. ഓക്കെ, യുവർ ഗുഡ് നെയിം? ഓക്കെ. നമുക്ക് വണ്ടിയോടെ റെഡി ആയിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ യാത്രകൾ വണ്ടിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇമിഗ്രേഷൻ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. ചെക്കിങ്ങിന് ശേഷം പാസഞ്ചേഴ്സ് എല്ലാം ഈ വഴിയാണ് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കുന്നത്. ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ് ഈ കാണുന്നത്. ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ പ്രവേശിക്കുന്നത് ഭൂട്ടാനിലെ ഫുങ്ഷോളി എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ്. ഇവിടെയാണ് ഇമിഗ്രേഷൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഭൂട്ടാനിലേക്ക് എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ നേരെ വന്നത് ഇമിഗ്രേഷനിലേക്കാണ്. ഇമിഗ്രേഷനിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടോക്കൺ എടുക്കണം. ഈ ടോക്കൺ എടുത്തതിന് ശേഷം നേരെ കൗണ്ടർ പോയിട്ട് നമ്മളെ എൻട്രി ഡേറ്റും പിന്നെ എത്ര ദിവസം നമ്മൾ ഉണ്ടാവുന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ എക്സിറ്റിൻ്റെ ഇത് തരും. അപ്പോൾ നമ്മൾ ഓരോ ചെക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെക്ക് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കാണിച്ചു കൊടുക്കുന്നത്. പൈസ പേ ചെയ്തിട്ടില്ല. പിന്നെ ഇത് കൗണ്ടർ
വിളിക്കും, നമ്പർ കാണിക്കും, അതിനനുസരിച്ച് കൗണ്ടറിൽ ചെന്നിട്ട് ബാക്കി പേയ്മെന്റ്, അതായത് SDF കാര്യങ്ങൾ. ഒരാൾക്ക് ഒരു നൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് 1200 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ നമ്മളിവിടെ 5 days ആണ്. അപ്പം അതിനനുസരിച്ചുള്ള പൈസ ആണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. കൗണ്ടറിനനുസരിച്ച് നമ്മളെ നമ്പർ വരുന്ന സമയത്ത് നമ്മൾ ഓൺ അറൈവൽ ഇതുണ്ട്, കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ പേയ്മെന്റ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. പാസ്പോർട്ട് ആവശ്യം വരും, വേറെ ഒന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. For Ladakh it's called Go, for Turkey it's called Kira. കിര. കിര. Okay, ready? SDF എടുത്തു കഴിഞ്ഞു. SDF ഞങ്ങൾ 5 ദിവസത്തേക്കാണ് ഉള്ളത്. അപ്പോൾ ഒരാൾക്ക് 4800 രൂപയാണ് ഉള്ളത്. അത് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. അതേപോലെ നമ്മളെ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് കഴിഞ്ഞു, ഫസ്റ്റ് സീൽ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒഫീഷ്യലി ഭൂട്ടാനിലേക്ക് എൻ്റർ ആയിട്ട് പറയാം. Do you know the meaning of SDF? It's a Sustainable Development Fund. Usually that fund, it will go to government, but that fund will be utilizing free education, and in Bhutan we have free education and free health service. From what time onwards this gate become compulsory? Usually after COVID. ഓക്കെ. So I heard some incidents that some person climb over the. Is that the main reason? one reason is that one. We want him. No, that particular time पे जो आदमी लोग था ना, वो लोग ने वार्न किया था मत करो, but he didn't listen. He was in biking group, and he climbed this stupa. That time it was not. Which was the location? Dochla. Till where a person can go without a guide? Without a guide. Functioning. Up to Phuntsholling. Is there any checkpoints? Yeah. You check. 15 മിനിറ്റ് ദൂരം ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ചെക്ക് പോയിന്റ് കൂടെ ഉണ്ട്. അത് അപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഫുങ്ഷോളിയിൽ ഫ്രീ ആയിട്ട് വന്നിട്ട് ഇവിടെ ID കാർഡ് കാണിച്ചിട്ട് നമുക്ക് എൻ്റർ ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ പോകാൻ പറ്റും. പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ആ ചെക്ക് പോയിന്റ് വരെ പോകാൻ പാടുള്ളൂ. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇപ്പൊ നമുക്ക് സാധാരണ ഇപ്പൊ ഈ ഭൂട്ടാൻ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് ഈ ചെക്ക് പോയിന്റ് വരെ പോകാം. അതിന് നമ്മള് വേറെ ഒന്നും പേ ചെയ്യേണ്ടതില്ല. SDF അങ്ങനെ കാര്യങ്ങളൊന്നും പേ ചെയ്യേണ്ടതില്ല. ജസ്റ്റ് കേറിയിട്ട് ഇറങ്ങാം. What are the procedures? You have to go to RST. Outside it's just for the human being only. मतलब टूरिस्ट के लिए, तो गाड़ी के लिए RST पे जाना पड़ेगा. RC ऑफिस किधर है? बुकिंग इधर से आपको समथिंग अराउंड 5 minutes का ड्राइव करना पड़ेगा. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാല് RST ഓഫീസ് ഉണ്ടാവും. അവിടുന്ന് നമ്മള് പെർമിഷൻ എടുക്കണം. वो चेक करके आपको भेजो. If you have anything left out there ना, They won't allow. അതായത് എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽസ് വേണമെന്ന് പറയുന്നത്. How much for fuel here? फ्यूल अभी 60 to 70 की लाइन में चल रहा है. फ्यूल Petrol or diesel? पेट्रोल है 67. पेट्रोल डीजल बोथ 50 to 7. भूटान पे क्या है बोले तो फ्यूल है. Fuel है. वही पहले गोल्ड भी था, Gold. अभी थोड़ा आधा दिया. സ്വർണ്ണം പിന്നെ പെട്രോൾ ആണ് വില കുറഞ്ഞെന്ന് പറയുന്നത്. 60 മുതൽ 70 രൂപ വരെയാണ് പെട്രോൾ ഡീസലിന്റെ വില വരുന്നത്. ഓക്കെ, നമ്മള് ഭൂട്ടാനിൽ വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ സിം കാർഡ് ഓൾറെഡി കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് കയറാണ്. वो बड़ा वाला QR code, good package. you can take V-Mobile Actually, we need only Bhutan for Telecom. one Bhutan Telecom. V-Mobile ginada ajun hosungi passport tenguda ഇതുകൊണ്ട് Passport. 1 GB per day, right? 2 GB. One time, 5 days. Fax Yes, fax even- outlet. prepaid data plans So all this quarter no, it's only for one time only. One time. One time. Diji. your phone number പേര് I know that tu pami tu ponash
Itu boleh. Bhutan sim. Bhutan sim, eh? You just get 20. after buying this These are come from India, right? for what, 90. അല്ല ഈ സാധനങ്ങൾ കുറെ ഉണ്ട് മൊത്തം ഇന്ത്യ തന്നെയാണ് Indian ഇതാ shop. മുട്ടായി ഇതാ Only this is എത്ര ചെയ്യണോ sell from Bhutan. 500 Doma. It's called Doma. ദോമ പാൻ Oh yeah, bang. ECTR regularly used Yeah. everyone So that's why It's a cold place, no, up there. So That's why in they're terms of having warm, this no. It in was place. introduced, do you know, in Bhutan it was introduced by one Kuchbihar Raja. രാജ He just brought to our Shakung Nawan Namdev. He was our Dharma Raja. He gifted him his pan and stoma, and after that he got famous. Oh. That's it. പോവുകയാണ്. Yeah? ഓക്കെ Start. Okay. Thumbs up. Big thumbs up. Donka, our mother tongue അത് language. തോങ്ക ആ So which way we are heading? We are heading to Thimphu now. It's our capital city. Okay. Actually, what are the things you can find in Sholing? Listening, we can find immigration, ഇമിഗ്രേഷൻ and you can also find Zangtupiri, that's a temple. And you can also visit to Jaigong, it's nearby. ആ It's nearby. Like usually, we are so connected to. We have good relationship when it comes to Bhutan and India, so you can also visit to Jaigong. King. Oh, Wangchu. yeah. Wangchu. Full name? They are like all from Wangchuk dynasty. Dynasty. Yeah. So what is this language you guys are speaking right now? മലയാളം Malayalam. It's our mother tongue. Okay. It's Kerala's language. What are the things we can see? Tree. Oh. Any tourist places? There's one place, there's one monastery out here. So it's here. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെക്ക് പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് SDF ഒന്നും കൊടുക്കാതെ പേയ്മെന്റ് ഒന്നും ചെയ്യാതെ ID കാർഡ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, എന്നിട്ട് തിരിച്ചു പോകണം. സോ ഇവിടെ പാസ്പോർട്ട്, ബാക്കി നേരത്തെ കാണിച്ച എൻട്രി ടിക്കറ്റ് കാണിച്ചതിന് ശേഷം മൂവ് ചെയ്യാം. जी how much 130 इधर तारा पारम पारम what's that ഇത് മറ്റേ സാധനം ഇപ്പൊ പൊക്കോ അല്ലത് വാൾനട്ട് വാൾനട്ട് Walnut, eh? is this sweet മീറ്റാ Yeah, Roberts ആണ്. ആ അവരെ how much 130 130 നമ്മുടെ നാട്ടിൽ കാണുന്ന കപ്പല്ലേ, കപ്പ അതേപോലെ മരച്ചീനി, അത് അതിന്റെ ഒരു വേറെ വേർഷനാണ്. ഇവിടെ സ്വീറ്റ് പൊട്ടാറ്റോ എന്നാണ് പറയുന്നത് ഇതിന്. ഇതൊരു ലോക്കൽ എന്താ പറയാ ഒരു ഫുഡ്സ് കടയാണ്. അങ്ങനെ ഒരുപാട് കടകൾ നമ്മൾ പോകുന്ന വഴിയിലുണ്ട്. ഒരു പോകുന്ന വഴി മൊത്തത്തിൽ കാടാണ്, അപ്പോൾ ഒരുപാട് കടകൾ ഇങ്ങനെ ഉണ്ട്. ഇതെല്ലാം എന്താ പറയാ ഓർഗാനിക് ആണെന്നാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗൈഡുണ്ടല്ലോ, ഗൈഡിനോട് നമ്മൾ ചെയ്യാൻ കുറച്ച് ഭൂട്ടാനി ഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് വേർഡ്സ് ചോദിക്കാം, അതിൻ്റെ ഭൂട്ടാനി ട്രാൻസ്ലേഷൻ എങ്ങനെ നോക്കാം. Kadinche. Katenche. Yeah. Okay. Sorry. Sorry. Kummatila. Montela. Yes. Okay. Good morning. We say good morning. Tubadile. Lubadile. Yeah. Oh. what is your name Uh, Your good name? Niming Dikchodinila.
when you say that. It's difficult. Yeah. Very difficult. Yeah. Nice to meet you. Nice to meet you. Nga che che bisim gai. It means like. Oh my god. I'm so nervous. All right. Yeah. Is it all right? It means like, you know, Yeah. nga che che bisim gai. It means like, I'm happy that I met you. Met you. Yeah, I met you. നമ്മള് ഫുൺഷോളിംഗിൽ നിന്ന് നമ്മള് തിമ്പുലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറയെ കാടാണ്, അതേപോലെ എല്ലാം ഗഡ് സെക്ഷൻ ആണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഗത്ര എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ കൂടെയാണ്. ഓക്കെ, ഇവിടുന്ന് തിമ്പുലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എപ്പോഴും ഇവിടെ കോടയിരിക്കും. നമ്മളെ കേട് പറഞ്ഞിരിക്കുന്ന ഇവിടെ ഡ്രസ് പോലും ഇടാൻ പറ്റില്ല, അലക്കിയിട്ട് ഉണങ്ങൂല എന്ന് പറഞ്ഞു. Why this hot for Bhutanese? We hardly use this now because we don't have much traffic jams around. Not much people around, so we hardly use it. That's it. ഫുങ്ഷോളിങ്ങിൽ നിന്നും തിമ്പുവിലേക്ക് പോകുന്ന വഴി ഖേദു എന്ന സ്ഥലത്ത് റിലീജിയസും അതുപോലെ തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷനുമായിട്ടുള്ള ഒന്നാണ് 8 ധർമ്മകായ സ്തൂപ. ശ്രീബുദ്ധൻ്റെ ലൈഫിലെ 8 സ്റ്റേജുകളെ റെപ്രസെൻ്റ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള 8 സ്തൂപങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ സ്തൂപങ്ങളെ ഷോട്ടൺ എന്ന് വിളിക്കുന്നു. സ്മാരകം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ടിബറ്റൻ വേർഡാണിത്. ആദ്യത്തെ സ്തൂപം റെപ്രസെൻ്റ് ചെയ്യുന്നത് ശ്രീബുദ്ധൻ്റെ ലുംബിനിയിലെ ജനനത്തെയാണ്. രണ്ടാമത്തേത് ബോധ്ഗയയിലെ ജ്ഞാനോദയത്തെയും, മൂന്നാമത്തെ ആദ്യ പ്രസംഗം, പിന്നെ ബുദ്ധൻ്റെ അത്ഭുത ശക്തികൾ, കഴിവുകൾ, അതുപോലെ അനുരഞ്ജനം, പിന്നെ വെല്ലുവിളികൾക്ക് മേലുള്ള വിജയത്തെ സൂചിപ്പിക്കുന്ന വിക്ടറി സ്തൂപ, പരിനിർവഹണം, ബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ. ഇങ്ങനെ 8 സ്തൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫുങ്ഷോളിങ്ങിൽ നിന്നും തിമ്പുവിലേക്ക് പോകുന്ന എല്ലാ ടൂറിസ്റ്റുകളും തന്നെ ഇവിടെ സന്ദർശിച്ചതിന് ശേഷമാണ് പോകുന്നത്. നമ്മള് ഫുഡ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ പോവാണ്. ഡിവൈൻ മിഡ്വേ ലോഡ്ജ്. നമ്മള് മറ്റേ തിമ്പുവിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പൊ 3 മണിയായിട്ടുണ്ട്. ഏകദേശം 3 മണി ആയിട്ടുണ്ട്. പൊക്ക ചോമീൻ ചിക്കൻ. ചിക്കൻ. You don't want veg chicken? Okay. ദോശക്കൊക്കെ മുടിഞ്ഞ റേറ്റ്. എന്നാ ഫ്രൈഡ് റൈസിനാ കുറവ്. ലഞ്ചിന്റെ മെനുവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ പൂരി, മാഗി, പിന്നെ കോക്ക എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷാണ്. പിന്നെ അതേപോലെ കോക്ക ചൗമീന്, പിന്നെ നോർമൽ ചൗമീൻ ഉണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫ്രൈഡ് റൈസും പിന്നെ കോക്ക ചൗമീനും നോർമൽ ചൗമീനാണ്. നമ്മുടെ നാട്ടിലെ ദോശ 250 ഒക്കെയാണ് ദോശ, പ്ലെയിൻ ദോശയൊക്കെ വരുന്ന റേറ്റ്. ബട്ടർ ദോശ, ബിരിയാണിൻ്റെ ഒക്കെ റേറ്റ് ആണല്ലോ. വെജ് ബിരിയാണിയൊക്കെ 360, 500 ഒക്കെ. ചിക്കൻ ബിരിയാണി നല്ല ഫ്രൈഡ് റൈസ്, നല്ല ഫ്രൈഡ് റൈസ് കഴിക്കുക. നല്ലൊരു ഓപ്ഷനാണ് ഫ്രൈഡ് റൈസ്. പിന്നെ ബീവറേജസ് ഉണ്ട്, വൈനുണ്ട്, വിസ്കി ഉണ്ട്. നമ്മുടെ ഡിഷ് വന്നിട്ടുണ്ട്. ഇത് കോക്ക ചോമീൻ, ഇത് നോർമൽ ചോമീൻ, ഇവിടുത്തെ ലോക്കൽ ചോമീനാണ്. ചോമീൻ നല്ലൊരു ഡിഷാട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മളെ നൂഡിൽസ് പോലത്തെയാണ്. അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്തിട്ടുള്ള ഡിഷാണ്. ടേസ്റ്റിയാണ്. ഒരാൾക്ക് 2 പേർക്ക് ഒന്നൊക്കെ പറഞ്ഞാൽ മതിയാവില്ലേ? ഫിനിഷ്. നമ്മളെത്തിയിട്ട് ഇതാ ഫസ്റ്റ് മഴ പെയ്യാണ്.
ഫസ്റ്റ് മഴ ഇൻ ഭൂട്ടാൻ. പോലെ ഒടുക്കത്തെ തണുപ്പാട്ടോ, അതിന്റെ ഇടയിൽ കൂടെ മഴയും. രാത്രി ഇനി പറയേണ്ടി വരില്ല, നല്ല തണുപ്പായിരിക്കും. ഇന്ന് സൈറ്റ് സീയിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നാളെ മഴ പെയ്യാതിരുന്നാൽ മതിയെന്ന്. ഓക്കെ. അപ്പോൾ നമ്മൾ ഭൂട്ടാനിലോട്ടുള്ള യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിമ്പുവിലേക്ക് കുറേ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഭൂട്ടാനിൽ മൺസൂൺ ആരംഭിക്കുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഏകദേശം ഒരു 70-75 കിലോമീറ്ററോളം ദൂരമുണ്ട് ഉംഷോളിംഗ് തിമ്പുവിലേക്ക്. തിമ്പുവിലേക്ക്. How many kilometers from Umsholing to Thimpu? 175. 75 കിലോമീറ്റർ. 75 കിലോമീറ്റർ അല്ലേ? ഓക്കെ. ഇനി ഒരു 70-75 കിലോമീറ്റർ കൂടെ അല്ലേ ഓടാനാണ്. ഓക്കെ. ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. നമ്മൾ കണ്ടല്ലോ, ചൗമീൻ, ഏതൊക്കെയായിരുന്നു? ഫ്രൈഡ് റൈസ്, ചൗമീൻ, കൊക്കോ ചൗമീൻ. ആ, കൊക്ക ചൗമീൻ പ്രിഫറബിൾ ആണ് കേട്ടോ. നമ്മളെ മാഗി ലൈക്ക് സാധനമാണ്. വന്നപ്പോൾ തന്നെ മഴയാണ്, നല്ല അടിപൊളിയാണ്. ആദ്യം നല്ല തണുപ്പായിരുന്നു, പിന്നെ മഴ തണുപ്പ് കൂടി. ഇപ്പോൾ തണുപ്പ് കുറച്ചുകൂടെ കൂടി. മഴയും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. ജാക്കറ്റ് മസ്റ്റാണ്. ഈ സീസണിലൊക്കെ എന്തായാലും വരികയാണെങ്കിൽ ജാക്കറ്റ്, നല്ല ജാക്കറ്റ് വേണം. തിമ്പുവിലേക്ക് കയറുന്ന സമയത്ത്, ഉംഷോളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ചെക്ക് പോയിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇവിടെയാണ്. ये जगह का नाम क्या है? ये चेक पॉइंट कहता है. Kanan. चेक पॉइंट है Chuka, ताला. chuka. छुका. चुका. हाँ. നമ്മളിപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂട്ടാൻ്റെ ക്യാപിറ്റലായ തിമ്പുവിലേക്കാണ്. ഭൂട്ടാനിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സിറ്റിയാണ് തിമ്പു. ഭൂട്ടാനിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓഫീസുകളും എല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ളത് തിമ്പുവിലാണ്. തിമ്പു സിറ്റിയിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. നമ്മുടെ റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ തിമ്പുവിൽ എത്തിയിട്ടുണ്ട്. തിമ്പുവിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമാണിത്. നല്ല അടിപൊളി റൂമാണ്. ഒരു 3 സ്റ്റാർ ഫെസിലിറ്റിയാണ്. നല്ല വിശാലമായിട്ടുള്ള റൂമാണ്. ബെഡ് നോക്കൂ, നല്ല 3 പേർക്ക് ഉഷാറായിട്ട് കിടക്കാൻ പറ്റുന്ന ബെഡുണ്ട്. പിന്നെ എക്സ്ട്രാ ബെഡുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ TV കണക്ഷൻസ്, പിന്നെ അതേ വൈഫൈ കണക്ഷൻസ്, പിന്നെ അതേപോലെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്, ചായ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാത്റൂം നോക്കാം. ഷവർ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഓക്കെ. ഇവിടെ ഇതാ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്പേസ് ഉണ്ട്. വാർഡ്രോബുകളുണ്ട്. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി വർക്ക് ഏരിയ ഉണ്ട്. അതേപോലെ കെറ്റിലുണ്ട്. നമുക്ക് ചൂടുവെള്ളമൊക്കെ ഉപയോഗിക്കാം. സീറ്റ്സ് ഒക്കെ ഉണ്ട്.
അതേപോലെ തന്നെ ടീ കോഫി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹീറ്റർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ബാൽക്കണി കൂടെ ഉണ്ട്. ബാൽക്കണി ഓപ്പൺ ആണോ? ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ടാണ്, ഒരു ഹില്ലി ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മൊത്തം ഹില്ലിയാണ്, കുറച്ചുകൂടെ ഹില്ലി ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് മോഡറേറ്റ് ടെമ്പറേച്ചർ ആണ്, എന്നാലും ഒരു 30 അടുത്ത് അവിടെ കണ്ടിരുന്നു. 14 ഒരു 20-50 അതിൻ്റെ ഇടയിലുണ്ടാവും. നല്ല അടിപൊളി റൂം കേട്ടോ. നമ്മളെ പാക്കേജിന്റെ ഭാഗമാണ്. പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെയുണ്ട് ചായ? ആണല്ലേ? ഷുഗർ ഇടാ, ഷുഗർ നമുക്ക് ആഡ് ചെയ്തല്ലോ. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിഷസ് എന്താണെന്ന് നോക്കാം. നമുക്ക് സൂപ്പ് ഉണ്ട്, സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് പോരെ. പംകിൻ സൂപ്പ്. ഓക്കെ, പംകിനാണ്. ഓക്കെ ഓക്കെ. ഇത് റൈസ് അല്ല, റൈസ് ഹലോ റൈസ് അല്ല, വേറെന്തോന്നു ഇവിടെ റൈസ്. റൈസാണ്, അത് റൈസാണ്. പിന്നെ ഇത് റൈസും ദാൽ കറി. സബ്ജി ആൻഡ് പൊട്ടാറ്റോ ഐറ്റംസ്. അതുകൂടെ ഉണ്ട്, അവിടെ ഉണ്ട്. അത് ലാസ്റ്റ് എമദാസിയാണ്. ഓക്കെ, ഇതാ ലാസ്റ്റ് ഒന്നുകൂടെ ലാസ്റ്റ് ഡിഷ്. ചിക്കനാണ്. ഓക്കെ, ഇത് പംകിൻ സൂപ്പാണ്. പിന്നെ നമുക്ക് റൈസ് ഉണ്ട്, പ്ലെയിൻ റൈസ് ഉണ്ട്. പിന്നെ ദാൽ കറി ഉണ്ട്. പിന്നെ എമദാശി ഒരു മുളക് കൊണ്ട് ഉണ്ടാക്കുന്ന ഡിഷാണ്. പിന്നെ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട്, സബ്ജി ഉണ്ട്. പിന്നെ സാലഡ്സ് ഉണ്ട്. പിന്നെന്താ, പിന്നെ ഒരു പുഡിങ് കൂടെ ഉണ്ട് അല്ലേ? ഒരു പുഡിങ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ പപ്പടം ഉണ്ട്. ഇത്രയും കാര്യങ്ങളുള്ളത്. ഓക്കെ, കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് അവസാനം പറയാം. ഓക്കെ, സൂപ്പ് ഓക്കെ ആണ് കേട്ടോ. സൂപ്പ് കുഴപ്പമില്ല. ഓക്കെയാണ്. നമുക്ക് കുറച്ചുകൂടെ ഫ്ലേവറൊക്കെ ആഡ് ചെയ്യാം.